ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയാലോ? മസ്കറ്റിലെ അമ്പലത്തിൽ പോവാം. ഇതിപ്പോൾ വൈകുന്നേരം ആണ് ഞങ്ങൾ ഇറങ്ങിയത്, വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെയൊക്കെ കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും മലയാണ്. ഞങ്ങൾ താമസിക്കുന്ന നിസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. സോ അപ്പം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. മോന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി 7 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോഴത്തേനും. ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണ് മസ്കറ്റ് ഇരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതവിടുത്തെ സൂക്കാണ്, ബിൽഡിങ്, ബ്ലൂ ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിൽ ബീച്ചാണ്, കണ്ടോ? അത് സുൽത്താൻ്റെ കപ്പലാണ്. ഞാൻ അടുത്ത് വന്നിട്ട് കാണിക്കുന്നത് ഫൗണ്ടനാണ്. സോ ഉണ്ടോ, കുറേ കപ്പലുകളുണ്ടായിരുന്നു. യുദ്ധമായതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇത് ഇവിടുത്തെ സുൽത്താൻ്റെ കപ്പലാണ്. സോ അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ട് കാണാനായിട്ട് മസ്കറ്റ്. ബീച്ച് സൈഡാണിത്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ടെത്തി. ഇവിടെ 2 അമ്പലങ്ങളാണ്, ശിവൻ ക്ഷേത്രവും കൃഷ്ണൻ്റെ അമ്പലമാണ്. ഒത്തിരി തിരക്കായത്, ഇത് ശിവൻ്റെ അമ്പലമാണ്. ഒത്തിരി തിരക്കായതുകൊണ്ട് ഞാൻ അമ്പലത്തിൻ്റെ ഫോട്ടോ അകത്തൊന്നും എടുത്തില്ല, വീഡിയോസൊന്നും എടുത്തില്ല. ഇനി നമ്മൾ തൊഴുതിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോവാണ്. അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു. അവിടുത്തെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, വേറെ ദിവസം കാണിക്കാം. ആൾക്കാരൊക്കെ ഉള്ളപ്പം അവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചാണ്. നല്ല തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിലേറ്റീവിനെ വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അനന്തപുരി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഒരു കേരള ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് തന്നെ മുണ്ടും കൈലിയൊക്കെ ഉടുത്തിട്ടായിരുന്നു നിന്നിരുന്നത്. ഇത് കണ്ടില്ലേ, ഓരോ കേരളത്തിൻ്റെ തന്നെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടേബിളാണ്. കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. രാജാരവിവർമ്മ, കഥകളി, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ യൂണിഫോം കണ്ടോ, കൈലി. ആദ്യമായിട്ടാണ് വിദേശ രാജ്യത്ത് ഇങ്ങനൊരു കൈലി യൂണിഫോം ഞാൻ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേനും കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച്, മോനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒത്തിരി നേരം നിന്നില്ല, തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.